ഗുഡ് മോർണിംഗ്. സാഗാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡിസീസാണ് ആസ്കാരിയാസിസ്. ഏതാണ് ആസ്കാരിയാസിസ്? നമുക്കിതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് കോസേറ്റീവ് ഏജൻ്റാണ് ആസ്കാരിയസ് ലൂംബ്രിക്കോഡ്സ്. ഈ ഒരു ആസ്കാരിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് എന്ന് പറയുന്ന ഒരു വേമാണ്. ഈ ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് എന്താണ്? ഒരു വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്ന് ചോദിച്ചാൽ ഇതെന്താണ്? ഇതൊരു വേമാണ്. ഇതൊരു വേംസ് ആണ്. ഓക്കെ, ഇറ്റ് ലിവ്സ് ഇൻ ദ ലൂമൺ ഓർ സ്മോൾ ഇൻഡസ്റ്റൈൻ വേർ ഇറ്റ് മൂവ് ഫ്രീലി. ഇത് എവിടെയാണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്? ഇറ്റ് ലിവ്സ് ഇൻ ദ ലൂമൺ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ഈ സാധാരണയായിട്ട് കാണുന്നത്. ദ ഫീമെയിൽ മെഷേഴ്സ് 20 to 35 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത് ആൻഡ് മെയിലിൻ്റെ നീളം എത്രയാണ്? 12 to 13 സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത്. ദ ഫീമെയിൽ മെഷേഴ്സ് 20 to 35 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത് ആൻഡ് മെയിൽ 20 to 30 സെൻറ്റിമീറ്റർ ആൻഡ് എസ്റ്റിമേറ്റ്. അതെന്താ പറയുന്നത്? ഫീമെയിൽസിൻ്റെ നീളം, ഫീമെയിൽസിൻ്റെ ലെങ്ത് വരുന്നത് 20 to 35 സെൻറ്റിമീറ്ററും ഇനി മെയിൽസിലാണെങ്കിൽ എത്രയാണ്? 12 to 30 സെൻറ്റിമീറ്ററുമാണ് പറയുന്നത്. ഫീമെയിൽസിൻ്റെ ലെങ്ത് പറയുന്നത് 20 to 35 സെൻറ്റിമീറ്റർ ആണ്. മെയിൽസിൻ്റെ ലെങ്ത് എത്രയാണ്? 12 to 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഫീമെയിൽസ് ആയിരിക്കും വലുത്. മെയിൽസിനേക്കാളും വലുത് ആരാണ്? ഫീമെയിൽസിനാണ് അതിൻ്റെ ലെങ്ത്തിൽ നീട്ടം കൂടുതൽ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ എന്താ നോക്കിയത്? ആസ്കാരിയാസിസ് എന്ന് പറയുന്നത് ഒരു വേം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ്. ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് എന്ന് പറയുന്ന ഒരു വേമാണ് ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. ഈ ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിന് പ്രധാനമായിട്ടും മെയിൽ വേംസും ഉണ്ടാവും, ഫീമെയിൽ വേംസും ഉണ്ടാവും അല്ലേ? മെയിൽ വേംസും ഉണ്ട്, ഫീമെയിൽ വേംസും ഉണ്ട്. ഈ മെയിൽ വേംസിനേക്കാളും വലുതായിരിക്കും ഫീമെയിൽ വേംസ്. ഈ ഫീമെയിൽ വേംസിൻ്റെ ആണ് ലെങ്ത് കൂടുതലുള്ളത്. ഈ ഫീമെയിൽ വേംസ് എന്ത് ചെയ്യും? ഇവർ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഈ എഗ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു 2,45,000 എഗ്സ് വരെ ഒരു ദിവസം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫീസീസിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ എഗ്സ് പുറത്തോട്ടേക്ക് എത്തി. അങ്ങനെ ഇവർ പുറത്തോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മണ്ണിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ മണ്ണിലാണ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത്. അങ്ങനെ വീണ്ടും ഇതെന്താ? നമ്മൾ മണ്ണുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത് വീണ്ടും വേറൊരാൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഈ ഒരു വേം പിന്നെയും ഇതിൻ്റെ എഗ്സ് നമ്മളെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ ലിവറിലോട്ടേക്കും അല്ലെങ്കിൽ ലങ്സിനെയൊക്കെ ബാധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഈ വേംസ് പോകുന്നത് ലിവറിലോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ ലങ്സ് പോകുന്നത് ലങ്സിലോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തന്നെ നിൽക്കും. ഇതിനെവിടെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാം. ഇന്നത് മാത്രമാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നില്ല. അപ്പം എന്താ? ലിവറിൽ എത്തുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സിംറ്റംസ് ഉണ്ടാവുക? ലിവർ സംബന്ധമായ, കരൾ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ആ പേഷ്യൻസിന് കാണും. ഇനിയിപ്പോൾ അതല്ല, ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ശ്വാസകോശത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന സിംറ്റംസ് എങ്ങനെയായിരിക്കും? റെസ്പിറേറ്ററി സിംറ്റംസ് ആയിരിക്കും. അതായത് നമുക്ക് ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി സിംറ്റംസ് ആയിരിക്കും. ചുമ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അങ്ങനെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താ ആസ്കാരിയാസിസിൽ കഫ് എന്ന് പറയുന്ന ഒരു സിംറ്റം ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഒരു വേം പോയിട്ട് ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കഫ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊരിക്കലും ഒരു സിംറ്റം അല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നാൽ അതിൻ്റെ മെയിൻ സിംറ്റം ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ്, അത്രയേ ഉള്ളൂ. റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ. എന്താണ് റിസർവോയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസർവോയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ആരിലാണ് കാണുന്നത്? ആരാ? മാൻ ഈസ് ദ ഓൺലി നോൺ റിസർവോയർ ഓഫ് ആസ്കാരിയാസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഏതാണ്? ഫീസിസ് കണ്ടെയ്നിങ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ്. ഫീസിസ് ആണ്, സ്റ്റൂൾ ആണ് ഇതിലെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലേ? ഫീസിസ് ആണ് ഇതിലെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ. ഇതിൽ കൂടിയാണ് എന്തെന്ന് ഈ എഗ്സ് പുറത്തോട്ടേക്ക് വരുന്നത്. നെക്സ്റ്റ് ആണ് ഹോസ്റ്റ് ഫാക്ടർ. അതായത് ചിൽഡ്രൻസിലാണോ കൂടുതലായിട്ടും അല്ലെങ്കിൽ അഡൽട്സിലാണോ ഈ ഒരു ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്? ആരിലാണ്? ചിൽഡ്രൻസ്, കുട്ടികളിലായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻവയോൺമെൻറ്റ്. ആസ്കാരിയാസിസ് ഈസ് എ സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെൽമിത്ത്. എങ്ങനെയാണ് വരുന്നത്? മണ്ണിൽ അല്ലേ? സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെൽമിത്ത് ആണ് എന്ത്? ആസ്കാരിയാസിസ് എന്ന് പറയുന്നത്. ദ എഗ് റിമെയിൻ വയബിൾ ഇൻ ദ സോയിൽ ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. ഈ ഫീസിസിൽ കൂടെ പുറത്തേക്ക് എത്തുന്ന ഈ എഗ്സ് നമ്മുടെ ഈ മണ്ണിൽ ഒരുപാട് കാലത്തേക്ക്, ചിലപ്പോൾ മന്ത്സ് ആവാം, മാസത്തോളം അല്ലെങ്കിൽ വർഷത്തോളം ഇതെന്തായിരിക്കും? ഇതിങ്ങനെ വയബിളായിട്ട് ഇങ്ങനെ കിടക്കും.
പിന്നെ ക്ലേ സോയിൽ ആർ മോസ്റ്റ് ഫേവറബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആസ്കാരിയാസിസ് എഗ്സ്. ഈ സോയിൽ തന്നെ ഏതാണ് കുറച്ചും കൂടെ മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ളത്? ക്ലേ സോയിലാണ് മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ ഒരു ആസ്കാരിയാസിസ് ലൂംബ്രിക്കേറ്റ്സ് പകരുന്നത് എന്നുള്ളത്. എങ്ങനെയാണ്? ഹ്യൂമൻ ഹാബിറ്റ്സ് കൊണ്ട്. എങ്ങനെയാണ്? ഹ്യൂമൻ ഹാബിറ്റ്സ് കൊണ്ടാണ് ഇത് മെയിനായിട്ട് പകരുന്നത്. എന്തൊക്കെ ചെയ്യുമ്പോൾ? ഓപ്പൺ എയർ ഡിഫിക്കേഷൻ. നമ്മൾ കറക്റ്റ് ടോയ്ലറ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഓപ്പൺ എയർ ഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് എങ്ങനെ ഈ ഒരു ഇത് പകരാനുള്ള ചാൻസ്. സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാതെ പുറത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സോയിൽ എന്തുണ്ടാവും? ഈ എക്സ് വരും അല്ലേ? അങ്ങനെയാകുമ്പോൾ സോയിൽ എന്തായി? പൊല്യൂട്ടഡ് ആയി. ആ ഒരു മണ്ണിൽ നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? അവരുടെ കയ്യിലും ഇവരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വേം പോയിട്ട് പറ്റി പിടിക്കും. ഈ എക്സ് ഇതിൽ അവരുടെ കയ്യിലും നഖത്തിലൊക്കെ വരും. അങ്ങനെ പിന്നെ അവർ കൈ കഴുകാതെയോ അല്ലെങ്കിൽ ഒക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിരൽ വായിലിടുകയാണെങ്കിലോ, കുട്ടികളല്ലേ അവർ ചിലപ്പോൾ വിരൽ വായിലിടാം അല്ലെങ്കിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ കഴിക്കുമ്പോൾ എന്താ? ഈ എക്സ് ഈ കുട്ടികളുടെ ഉള്ളിൽ അവരുടെ വയറ്റിനുള്ളിലേക്ക് എത്തും. അങ്ങനെയാണ് നമുക്ക് ഈ ആസ്കാരിയാസിസ് ലൂംബ്രിക്കേറ്റ്സ് നമുക്ക് ഒരാളിൽ നിന്ന് കുട്ടികളിലൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എത്രയാണ്? അണ്ടിൽ ഓൾ ഫെർട്ടൈൽ ഫീമെയിൽസ് ആർ ഡിസ്ട്രോയിഡ് ആൻഡ് സ്റ്റൂൾസ് ആർ നെഗറ്റീവ്. എന്താ പറയുന്നത്? നമ്മുടെ ഉള്ളിലെ എല്ലാ ഫീമെയിൽ വേംസും നശിക്കുന്നത് വരെ ഒരാൾക്ക് ഈ ആസ്കാരിയാസിസ് പകർത്താൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മെയിൽസിന്റെ കാര്യം പറയുന്നില്ല, ഫീമെയിൽസ് വേംസ് ഉണ്ടെങ്കിൽ മാത്രം എന്നാ പറയുന്നത് അല്ലേ? അതെന്താ? ഈ വേംസ് എന്ന് പറയുമ്പോൾ വേംസ് എത്ര തരത്തിലുണ്ട്? മെയിൽ വേംസും ഉണ്ട്, ഫീമെയിൽ വേംസും ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫീമെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഇത് പകർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മെയിൽ വേംസിന് ഇത് പകർത്താൻ പറ്റില്ല എന്നാ പറയുന്നത്. അതെന്തുകൊണ്ടാ? ഈ ഫീമെയിൽസ് വേംസ് അല്ലേ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എഗ്സ് ആണല്ലോ ഈ ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഫീമെയിൽസ് വേംസ് നശിച്ചാൽ മാത്രമേ ആസ്കാരിയാസിസ് പോവുള്ളൂ. എഗ്സ് ആരാണ് ഉണ്ടാക്കുന്നത്? ഫീമെയിൽ വേംസ് അല്ലേ. നെക്സ്റ്റ് ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വേംസ് നമ്മളുടെ ബോഡിയിൽ കയറുന്ന ടൈം മുതൽ അവർ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം വരെയുള്ള ടൈം ഗ്യാപ്പാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 18 ദിവസം മുതൽ സെവറൽ വീക്സ് വരെ വരാം. 18 ദിവസം മുതൽ സെവറൽ വീക്സ് വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിതിന്റെ സിംറ്റംസ് നോക്കാം. എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക? ആസ്കാരിയാസ് ലൂംബ്രിക്കേറ്റ്സ് മെയിൻ ആയിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് എല്ലാം ഉണ്ടാവും. ഡയറിയ ഉണ്ടാവാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, മലേസ് ഉണ്ടാവാം, വീക്ക്നെസ്, ഇംപെയർഡ് കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് ഡൈജസ്റ്റീവ് സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഡൈജസ്റ്റീവ് സിംറ്റം മാത്രമാണോ ആസ്കാരിയാസിസിൽ കാണുക? അല്ല. എന്തുകൊണ്ടാ? ഇത് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേംസ് പോയിട്ട് ചിലപ്പോൾ ലിവറിനെയും നമ്മുടെ ലങ്സിനെയൊക്കെ ബാധിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിവറിനെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് കരൾ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും ആ പേഷ്യൻറ്റിന്. ഇനിയിപ്പോൾ ലങ്സിനെയാണ് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി പരമായിട്ടുള്ള സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് വിചാരിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെയിനായിട്ട് ഇവർ ഈ ആസ്കാരിയാസ് ലൂംബ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് GI പരമായ എല്ലാ രോഗലക്ഷണങ്ങളും കാണാം. പക്ഷെ വേറെയും സിംറ്റംസ് ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അതിനുള്ള ചാൻസും ഉണ്ട്. The WHO definition of heavy infection of roundworm is more than 50,000 eggs per gram of feces. അപ്പോൾ WHO ഡെഫിനിഷൻ പ്രകാരം ഒരു ഹെവി ഇൻഫെക്ഷൻ, ആസ്കാരിയാസിസിന്റെ ഒരു ഹെവി ഇൻഫെക്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എത്ര വേംസ് വേണം? അവരുടെ സ്റ്റൂൾസിൽ ഒരു 50,000 മുകളിൽ വേംസ് റൗണ്ട് വേം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നുള്ളൂ? അതൊരു ഹെവി ഇൻഫെക്ഷൻ ആയിട്ട് പറയുന്നുള്ളൂ. ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. മോർ ദാൻ 50,000 എഗ്സ് പെർ ഗ്രാം ഓഫ് ഫീസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ ഹെവി ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. The larvae migration may cause fever, cough, sputum formation, asthma, skin rashes, eosinophilia. എന്താ ഇവിടെ പറയുന്നത്? The larvae migration may cause fever, cough, sputum formation. അതായത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയ ഈ ഒരു എഗ് ഇൻഡസ്റ്റൈനിൽ മാത്രമല്ലാതെ അത് മൈഗ്രേറ്റ് പോയിട്ട് റെസ്പിറേറ്ററിയിൽ എത്തുകയാണെങ്കിൽ, ലങ്സിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി പരമായ സിംറ്റംസ് കാണും. എന്തൊക്കെയായിരിക്കും?
കഫ് ഉണ്ടാവാം, സ്പൂട്ടം ഫോർമേഷൻ ഉണ്ടാവാം, ആസ്മ ഉണ്ടാവാം, അങ്ങനെയുള്ള ഈസിനോഫീലിയ, സ്കിൻ റാഷസ് ഒക്കെ കാണാൻ പറ്റും. ദ അഡൽട്ട് റൗണ്ട് വർം അഗ്രിഗേറ്റ് മാസസ് ക്യാൻ കോസ് വോൾവുലസ് ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഓർ ഇൻഡ്യൂസ് സസെപ്ഷൻ. ഈ അഡൽട്ട് വേം പോയിട്ട് എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇൻറ്റെസ്റ്റൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ചെന്നിട്ട് അതെന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഇതൊക്കെ ഈ വേംസ് എങ്ങനെയാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്? ഈ ഒരുപാട് വേംസ്, ഇത് നമ്മുടെ ഒരു ബ്ലഡ് വെസലാണെന്ന് വിചാരിക്കും. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഇതുപോലത്തെ വേംസ്, ഈ ആസ്കാരിയാസ് ലൂംബ്രിക്കോയിഡ്സ് ഇങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുപാട് ആസ്കാരിയാസ് ലൂംബ്രിക്കോയിഡ്സ് ഇങ്ങനെ വന്ന് നിറയുകയാണെങ്കിൽ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ഈ ഒരു സ്ഥലത്തിനെ ബ്ലോക്ക് ചെയ്തു. ഇവിടെ ഒരുപാട് ആസ്കാരിയാസ് ലൂംബ്രിക്കോയിഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് സംഭവം എന്താ, ബ്ലോക്കായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് എന്ത്, ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം. ഇവരെന്ത് ചെയ്യും, ഇതുപോലെ ഒരുപാട് വേംസ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും അല്ലേ, ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം, ഇൻഡ്യൂസ് സബ്സെപ്ഷൻ ഉണ്ടാവാം, ഇനി വോൾവുലസ് ഉണ്ടാവാം. ഇതൊക്കെ എന്താ, ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡയഗ്നോസിസ് നോക്കാം. എങ്ങനെയാണ് ആസ്കാരിയാസ് ലൂംബ്രിക്കോയിഡ്സ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കാം? ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുക? നമ്മൾ പഠിച്ചു WHO ഡെഫിനിഷൻ എന്തായിരുന്നു? ഹെവി ഇൻഫെക്ഷൻ അവരെന്താ പറയുന്നത്, ഫീസിസിൽ റൗണ്ട് വേം മോർ ദാൻ 50,000 വേണമെന്നല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഫീസിസിലെ വേംസിൻ്റെ എമൗണ്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? സ്റ്റൂൾ എക്സാമിനേഷൻ ആയിരിക്കും അതിൻ്റെ ഡയഗ്നോസിസ്. സ്റ്റൂളാണ് എക്സാമിൻ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ പ്രിവെൻഷൻ ആണ്. എങ്ങനെയാണ് ഈ ആസ്കാരിയാസിസ് വരുന്നത് നമുക്ക് തടയാൻ പറ്റുക? എങ്ങനെയായിരിക്കും? നമ്മൾ നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഇതെങ്ങനെയാണ് പകരുന്നത്? ഇത് പകരുന്നത് എങ്ങനെയാണ്? സോയിലിൽ കൂടിയാണ് പകരുന്നത് അല്ലേ. കൈ കഴുകാതെയും നമ്മൾ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ വേംസ് നമ്മുടെ ഉള്ളിൽ പിന്നെ വീണ്ടും എത്തുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാതെ പുറത്തൊക്കെ പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസീസ് ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ എന്താ, നമ്മൾ എന്താക്കും, മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, നമ്മൾ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക, വൃത്തിയുള്ള സാഹചര്യത്തിൽ ജീവിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസീസ് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഗുഡ് ഹൈജീൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ച ഡിസീസ് എന്താണ്? ആസ്കാരിയാസിസ് അല്ലേ. ആസ്കാരിയാസിസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ ഒരു ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത് എന്താണ്? റൗണ്ട് വേമാണ് ഈ ഒരു ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. റൗണ്ട് വേമാണ്. ഏത് റൗണ്ട് വേമാണ് ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്? ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ്. ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഒരു റൗണ്ട് വേമാണ് എന്തുണ്ടാക്കുന്നത്? ആസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. ഇത് ആസ്കാരിയാസിസ് വേം എത്ര തരത്തിലുണ്ട്? ഒന്ന് മെയിൽ വേംസും ഉണ്ട്, ഫീമെയിൽ വേംസും ഉണ്ട്. ഇതിൽ ഏതാണ് വലുത്? ഫീമെയിൽ വേംസ് ആയിരിക്കും വലുത് അല്ലേ. ഫീമെയിൽ വേംസ് ആണ് വലുത്. ഇത് നമ്മളെ ബോഡിയിലേക്ക് എത്തും. നമ്മളെ ബോഡിയിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാണ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക? മെയിനായിട്ട് ഇവർ എവിടെ ഉണ്ടാക്കുന്നത്? ഇൻറ്റെസ്റ്റൈനിലായിരിക്കും സിംറ്റംസ് ഉണ്ടാക്കുക. ഇൻറ്റെസ്റ്റൈനൽ പാരസൈറ്റ് ആണിത് അല്ലേ. ഇനി അത് മാത്രമല്ല, ചിലപ്പോൾ ഇതിന് വേണമെങ്കിൽ നമ്മുടെ ലങ്സിലേക്കും എത്താം, അല്ലെങ്കിൽ ലിവറിലേക്കൊക്കെ എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലങ്സിൽ ശ്വാസകോശപരമായ റെസ്പിറേറ്ററി സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കരൾ സംബന്ധമായ സിംറ്റംസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വെറും ഇൻറ്റെസ്റ്റൈനൽ സിംറ്റംസ് മാത്രമല്ല കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്തു, ഈ വേംസ് എന്ത് ചെയ്തു, നമ്മളെ എഫക്റ്റ് ചെയ്തു. എങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്? ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്? ഇതൊരു സോയിലിൽ കൂടിയാണ് വരുന്നത്, മണ്ണിൽ കൂടിയാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട് അല്ലേ. സോയിൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ നടക്കുന്നത്. എത്രയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്? അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ സിംറ്റംസ് എങ്ങനെയുള്ളതായിരിക്കും? ചിലപ്പോൾ ഇത് ഇൻറ്റെസ്റ്റൈനൽ സിംറ്റംസ് ആവാം, ലങ്സിലും ലിവറിലും ഇതുപോലെ എവിടെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സിംറ്റംസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഡയഗ്നോസ് ചെയ്യണം. ഇതിൽ ഡയഗ്നോസ് ചെയ്യുക എങ്ങനെയാ? ഡയഗ്നോസ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുക. സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുക. ഇനി WHO പ്രകാരം, WHO ഡെഫിനിഷൻ പ്രകാരം സ്റ്റൂളിൽ എത്ര വേംസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ഡിസീസിൻ്റെ ഹെവി ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത്? മോർ ദാൻ 50,000 ആണ് പറയുന്നത്. മോർ ദാൻ 50,000 വേംസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഹെവി ഇൻഫെക്ഷൻ ആയിട്ട് കൂട്ടുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആസ്കാരിയാസിസ് ഈസ് കോസ്ഡ് ബൈ ഹുക്ക് വേം, ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ്, പിൻ വേം ആൻഡ് റിംഗ് വേം. ഏതാണ്? ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ്. ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ് എഫക്ട് ലങ്സ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്. ഇതിൽ
നിങ്ങൾക്കിപ്പോൾ അറിയാം ലങ്സിനെ എഫക്റ്റ് ചെയ്യാം, ലിവറിനെ എഫക്റ്റ് ചെയ്യാം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഇതിൽ ഏതിൽ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് എഫക്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ആൻസർ വേണം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിനാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. എന്തുകൊണ്ട്? ആസ്കാരിയാസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റെസ്റ്റൈനൽ പാരസൈറ്റ് ആണ്. അപ്പം മെയിൻ ആയിട്ട് അവരുടെ സിംറ്റം എന്തൊക്കെയായിരിക്കും എഫക്ട് ചെയ്യുന്നത്? ഇവിടെയാണ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ എഫക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഓപ്ഷനായിട്ട് ഏതാ വരിക? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ് ഇതിൻ്റെ ഓപ്ഷൻ. കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ്. ഫീമെയിൽസ് ആർ സ്മോളർ ദാൻ മെയിൽ വർംസ്. എഫക്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഫീമെയിൽസ് ആർ സ്മോളർ ദാൻ മെയിൽ വർംസ്. അങ്ങനെയാണോ? ഫീമെയിൽസ് എന്താ? മെയിൽസിനേക്കാളും വലുതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. എഫക്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ആ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ബി കറക്റ്റും എ റോങ്ങും ആണ്. അപ്പോൾ എന്താ? ബി ഈസ് കറക്റ്റ്, എ ഈസ് റോങ്. ഏതാണ് ഓപ്ഷൻ? ബി ഈസ് കറക്റ്റ്, എ ഈസ് റോങ്. റിസർവോയർ ഓഫ് ആസ്കാരിയാസിസ് മാൻ, പിഗ്, മൊസ്കിറ്റോസ് ആൻഡ് റാറ്റ്. ഏതാണ്? മാൻ ഈസ് ദ ഓൺലി റിസർവോയർ ഓഫ് ആസ്കാരിയാസിസ്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഓഫ് ആസ്കാരിയാസിസ് ഈസ് സ്റ്റൂൾ, യൂറിൻ, സ്പൂട്ടം, സലൈവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സ്റ്റൂളാണ് ഇതിൻ്റെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ. സ്റ്റൂളിൽ കൂടിയാണ് പുറത്തോട്ടേക്ക് എഗ്സ് വരുന്നത്. ഈ എഗ്ഗ് നമ്മുടെ സോയിൽ വറ്റിക്കഴിഞ്ഞാൽ അത് കണ്ടാമിനേഷൻ നടന്നിട്ടാണ് നമുക്ക് വീണ്ടും ആസ്കാരിയാസിസ് വരുന്നത്. സോയിൽ മോസ്റ്റ് ഫേവറബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആസ്കാരിയാസിസ് എഗ് ഈസ്. ക്ലേ സോയിലാണോ, ഡ്രൈ സോയിലാണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഏത് സോയിലാണ് ആസ്കാരിയാസിസിന്റെ ഡെവലപ്മെന്റിൽ കൂടുതലായിട്ടും ഫേവർ ചെയ്യുന്നത്? ഏതാണ്? ക്ലേ സോയിലാണ് ഇതിന്റെ ആൻസർ. ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ് കോമൺലി ഈസ് നോൺ ആസ് ഫൈലേറിയൽ വർം, ഹൂക്ക് വർം, റൗണ്ട് വർം ആൻഡ് പിൻ വർം. ഏതാണിത്? ഇതിൻ്റെ ആസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു റൗണ്ട് വർം ആണ്. അപ്പോൾ ഇത് ഏതാണ് ആൻസർ വരിക? റൗണ്ട് വർം ഇൻഫെക്ഷൻ ആണ്. വാട്ട് ഈസ് ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് ആസ്കാരിയാസിസ്? പ്ലാസ്മോഡിയം വൈവാക്സ്, ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ്, ടീനിയ സോളിയം, എൻറ്റമീബ, ഹിസ്റ്റോളിക്ക. ഏതാണ്? പ്ലാസ്മോഡിയം ഏതാ കോസ് ചെയ്യുന്നത്? മലേറിയ ആണ് കോസ് ചെയ്യുന്നത്. ടീനി എന്താ അസുഖം ഉണ്ടാക്കുക? ടീനിയ ഉണ്ടാക്കാം. പിന്നെ എൻഡമീബ ഹിസ്റ്റോളിക് ഏതാണ്? അമീബിയാസിസ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ആസ്കാരിയാസിസ് ആണ് ഇതിന്റെ ആൻസർ. വേർ ഡസ് ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ് പ്രൈമറിലി ലിവ് ഇൻ ദ ഹ്യൂമൻ ബോഡി? എവിടെയാണ് ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സിന്റെ മെയിൻ ആയിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഗോൾ ബ്ലാഡർ. ഇതിലെവിടെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് ഇത് മെയിൻ ആയിട്ട് ഇത് എഫക്ട് ചെയ്യുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഫീമെയിൽ ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ്? 5 to 10 cm, 20 to 35 cm, 12 to 30 cm, 50 to 25 cm. ഇതിൽ ഏതാണ് ആൻസർ? 20 to 35 cm ആയിരിക്കും ആൻസർ വരിക. വാട്ട് ഈസ് ദ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ ഓഫ് ആസ്കാരിയാസിസ്? മാൻ ഈസ് ദ ഓൺലി നോൺ റിസർവോയർ ഓഫ് ആസ്കാരിയാസിസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ. വിച്ച് മെറ്റീരിയൽ ഈസ് കൺസിഡേർഡ് ഇൻഫെക്റ്റീവ് ഇൻ ആസ്കാരിയാസിസ്? ആസ്കാരിയാസിസിന്റെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്താണ്? സ്റ്റൂളാണ്. സലേവയല്ല, ബ്ലഡും അല്ല, ഫീസീസ് ആണ് കറക്റ്റ് ആൻസർ, യൂറിനും അല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ. ഹു ആർ ദ മോർ സസെപ്റ്റബിൾ ടു ആസ്കാരിയാസിസ്? അഡൾട്ട് മോർ ദാൻ ചിൽഡ്രൻ, ചിൽഡ്രൻ മോർ ദാൻ അഡൾട്ട്, എൽഡർലി, ഓൾ ആർ ഈക്വലി സസെപ്റ്റബിൾ. കൂടുതലായിട്ട് നമുക്ക് ചിൽഡ്രൻസിനെയാണ് പറയാം. ആസ്കാരിയാസിസ് എങ്ങനെയാണ് പകരുന്നത്? ഇങ്ങനെ ആലോചിക്കുക. ആസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ ഇത് സോയിൽ, ഈ ഒരു എസ്സും സോയിലിൽ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ മണ്ണിൽ കളിക്കുക ആരാണ്? കുട്ടികളല്ലേ. അപ്പോൾ ചിൽഡ്രൻസിലായിരിക്കും കൂടുതലായിട്ട് ഇത് കണ്ടുവരിക. ആസ്കാരിയാസിസ് ഈസ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ, വൈറസ്, പ്രൊട്ടസോവ ആൻഡ് ഹെൽമിന്ത്. ആസ്കാരിയാസിസ് എന്ന് പറയുന്നത് എന്താ? ഇതൊരു ഹെൽമിന്ത് ആണ്. ഹൗ ലോങ് ക്യാൻ ആസ്കാരിയാസിസ് എഗ്സ് റിമെയിൻ വയബിൾ ഇൻ ദ സോയിൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ? എത്ര ദിവസമാണ് ഈ ഒരു ആസ്കാരിയാസിസ് എഗ്സിന് ഈ ഒരു സോയിലിൽ ലിവ് ചെയ്യാൻ പറ്റുന്നത്, സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? ഫ്യൂ മന്ത്സ് ആണോ, മന്ത്സ് ഓർ ഇയേഴ്സ് ആണോ, ഡേയ്സ് അല്ലെങ്കിൽ മണിക്കൂറുകളാണോ, ഡേയ്സ് ആണോ? ഇതിലേതാണ്? മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. Which type of soil is most favorable for the development of Ascariasis egg? Ascariasis എഗ്ഗിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ്? ക്ലേ സോയിലാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആസ്കാരിയാസിസ് ലൂംബ്രിക്കോയിഡ്സ് ഈസ് എ ബാക്ടീരിയം ദാറ്റ് കോസ് ആസ്കാരിയാസിസ്. എന്താണത്? അതൊരു ബാക്ടീരിയ ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. The primary habit of Ascariasis lumbricoides is the lumen of small intestine.
സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് ഇതിന്റെ പ്രൈമറി ആദ്യമായിട്ട് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡസ്റ്റൈൻ ആണ്. ഫീമെയിൽ ആസ്കാരിയാസിസ് വേംസ് ആർ സ്മോളർ ഇൻ ലെങ്ത് കമ്പയർഡ് ടു മെയിൽസ്. ഫീമെയിൽസ് ആണ് ചെറുതെന്നാ പറയുന്നത്. ഫീമെയിൽസ് ആണോ ചെറുത്? ഫീമെയിൽസ് വലുതാണ്. മെയിൽസിനേക്കാളും ഫീമെയിൽസ് വലുതാണ്. ഇവിടെ സ്മോളർ എന്നാ പറഞ്ഞത്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ 2 ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? തെറ്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ആസ്കാരിയാസിസ് ലൂംബ്രിക്കോഡ്സ് ക്യാൻ ലിവ് ഇൻ ദ സോയിൽ ഫോർ സെവറൽ ഇയേഴ്സ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. അതായത് മണ്ണില് ഈ ആസ്കാരിയാസിന് ഒരുപാട് വർഷത്തോളം വേണമെങ്കിലും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതെന്താണ്? കറക്റ്റ് ആണ്. ചിൽഡ്രൻ ആർ മോർ സസെപ്റ്റബിൾ ടു ആസ്കാരിയാസിസ് ദാൻ അഡൽട്ട്. മണ്ണിൽ കളിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് എന്തുണ്ടാവുക? കൂടുതൽ ചാൻസ് ഉണ്ടാവുക. അപ്പൊ ഇതും കറക്റ്റ് ആണ്. ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് ഹാവ് നോ ഇമ്പാക്ട് ഓൺ പ്രിവെന്റിങ് ആസ്കാരിയാസിസ്. ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് ഹാവ് നോ ഇമ്പാക്ട് എന്നാ പറഞ്ഞത്. നമ്മൾ നല്ലൊരു ഹൈജീനായിട്ട് ഗുഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇതിനെ നമുക്ക് ആസ്കാരിയാസിസ് പ്രിവെന്റ് ചെയ്യുന്നതിൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? 3 മാത്രമായിരിക്കും അതിന്റെ ആൻസർ ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ഏതാണ് ചോദിച്ചേക്കുന്നത്. ആസ്കാരിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. എയറിൽ കൂടെ ആണ് ആസ്കാരിയാസിസ് വരുന്നതെന്ന്. സോയിലിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് തെറ്റാണ്. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ആസ്കാരിയാസിസ് ക്യാൻ എക്സ്റ്റെൻഡ് ടു സെവറൽ വീക്സ്. ഇൻക്യുബേഷൻ പീരീഡിന് ആഴ്ചകളോളം എടുക്കുക അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. സിംറ്റംസ് ഓഫ് ആസ്കാരിയാസിസ് മേ ഇൻക്ലൂഡ് ഡയേറിയ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ജനറൽ മലേസ്. അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഇതിന്റെ സിംറ്റം ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ്? ശരിയാണ്. സ്റ്റൂൾ എക്സാമിനേഷൻ ഈസ് നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്. അപ്പൊ സ്റ്റൂൾ എക്സാമിനേഷൻ നോട്ട് അവിടെ പറയുന്നത്. സ്റ്റൂൾ എക്സാമിനേഷൻ ഈസ് നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്റ്റൂൾ എക്സാമിനേഷൻ ഈസ് എന്നായിരുന്നു വേണ്ടത്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 2ഉം 3ഉം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത്രയാണ് ആസ്കാരിയാസിസിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.